പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കടന്നു വരുന്നത് അതിപ്രഗത്ഭമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയാണ്. റജബിന്റെ 27-ാം രാത്രി നമ്മിൽ കടന്നു വരുമ്പോൾ ഒരിക്കലും ആ രാത്രിയെ നഷ്ടപ്പെടുത്തല്ലേ, ഒരിക്കലും ആ രാത്രിയെ നഷ്ടപ്പെടുത്തല്ലേ. അങ്ങനെ ഒരു രാത്രി അല്ലാഹു നമുക്ക് നൽകുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. ആ രാത്രിയുടെ മഹത്വം അറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ രാത്രി നാം ശ്രദ്ധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട അമലുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, അതിന് കയറാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അന്നത്തെ രാത്രി നാം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടത് എങ്ങനെയാണ്? അതിപ്രഗത്ഭമായ രാത്രി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു രാത്രി അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ മറ്റൊരു പ്രവാചകനും അള്ളാഹു നൽകിയിട്ടില്ല. നമ്മുടെ മുത്തായ റസൂൽ, നമ്മുടെ മുത്തായ ഹബീബ് നാടെങ്ങും നീതിക്കും നിഷ്കളങ്കതയ്ക്ക് വേണ്ടി കാതോർത്തു നിൽക്കുമ്പോൾ നീതിയുടെയും നിഷ്കളങ്കതയുടെയും വാഹകർ അന്ധകാല നീരൊളിപ്പെടുത്തത്തിൽ അമർന്ന അനന്തകോടി ജനവിഭാഗങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമയുടെ പിന്നിൽ നിർത്തിയ വിശ്വപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന് അല്ലാഹു നൽകിയ പ്രത്യേകമായ ഗിഫ്റ്റ് നൽകിയ അതിപ്രഗത്ഭമായ രാത്രിയാണ്. ആ രാത്രിയുടെ മഹത്വം അത്ഭുതമാണ്. ഐഷാ ബീബി റളിയല്ലാഹു അൻഹ, ഐഷാ ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, മഅശറയിൽ ഉമ്മ പ്രസവിച്ച സമയത്ത് വസ്ത്രമില്ലാതെ വിവസ്ത്രരായി പരലോകത്ത് ഒരുമിച്ചു കൂടുന്ന ഒരു ദിവസമാണ് അന്ത്യനാളിൽ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, അന്നങ്ങനെ ഒരുമിച്ചു കൂടുമ്പോൾ പരസ്പരം സ്ത്രീകളും പുരുഷന്മാർ ഒന്നിച്ചിട്ടുണ്ടാകുമോ? അതെ, സ്ത്രീകളും പുരുഷന്മാർ അവർ പരസ്പരം നോക്കൂല നബിയെ, അവർ പരസ്പരം കാണൂല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ ചുമരിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, ആയിഷ, അന്നത്തെ ദിവസം പരസ്പരം നോക്കുന്ന ദിവസമല്ല. ഞെരിയാന് വരെ, കാൽമുട്ട് വരെ, അരവരെ, നെഞ്ച് വരെ വേർപ്പിനാൽ വല്ലാത്ത വെപ്പാളമുള്ള രാത്രിയാണ് ആയിഷ. അന്നാരും അവരവരുടെ അമലുകളെയും അവരവർ ചെയ്ത തിന്മകളെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് വെപ്പാളപ്പെടുന്ന രാത്രിയിൽ അവർക്ക് പരസ്പരം അങ്ങനൊന്ന് ചിന്തിക്കാൻ അവിടെ സമയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എല്ലാവരും വിവസ്ത്രരാണ് നബിയെ, അപ്പോൾ വസ്ത്രം ധരിച്ചവിടെ ഒരുമിച്ച് കൂടുന്നവരാരും ഉണ്ടാവൂല ഹബീബേ. ഹബീബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നൽകിയ മറുപടി, ആയിഷ ഉണ്ട്. അവിടെ വിവസ്ത്രരല്ലാത്ത വസ്ത്രധാരികളുണ്ട്. അവരാരാണ്? അവരംബിയാക്കളാണ്. പിന്നെ ആരെന്ന് ചോദിക്കുമ്പോൾ റജബിന്റെ ആ 27ന്റെ രാത്രിയെ പരിഗണിക്കുന്നവര്, 27ന്റെ പകലുണ്ടല്ലോ, അന്ന് നോമ്പ് നോക്കുന്നവർ, റജബിന്റെ നോമ്പാര് നോക്കുന്നുണ്ടോ അവരും അന്ന് വസ്ത്രധാരികളായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റജബിന്റെ അന്നത്തെ രാത്രി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, മാരകമായ രോഗങ്ങളുടെ ശരീരമാണോ നമ്മുടെ ശരീരത്തിൽ മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ എന്ന് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ഒരാൾക്ക് ഒരു ക്യാൻസർ രോഗം വരുന്നതിന്റെ എത്രയോ വർഷങ്ങൾ, 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ അണുക്കൾ ശരീരത്തിൽ വന്നിരിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം അതിന്റെ അടിമയായിട്ടുണ്ടോ എന്നറിയില്ല. അന്നത്തെ രാത്രി ദുആ ചെയ്യണം. എത്രയാളാണ് സന്തോഷത്തോടു കൂടി ജീവിതത്തിലേക്ക് കയറിയവർ, മാസങ്ങളെ കൊണ്ട് ഖബറിലേക്ക് എത്തിയവർ, മാരകമായ രോഗം, വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്തവര്, നമുക്ക് ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടണം. അന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് നമുക്ക് ധന്യമാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. അതിപ്രഗത്ഭമായ ഈ ദിവസമുണ്ടല്ലോ, നോമ്പ് നോക്കണം. വ്യാഴാഴ്ചയാണ് ഇതേ വരുന്ന, നാളെയല്ല മറ്റന്നാള് വ്യാഴാഴ്ച. നോമ്പ് വളരെ സുന്നത്തുള്ള കാര്യമാണ്. നോമ്പിന്റെ കാര്യം മറന്നു പോകരുത്.
നോമ്പ് നോക്കണം. അതിന്റെ നീയത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഒരു നോമ്പിൻ അള്ളാഹു നൽകുന്ന പ്രതിഫലം അത്ഭുതമാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂൽ ഒരു ഖബറിലൂടെ നടന്നു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, സൗബാനെ, ഈ ഖബറുണ്ടല്ലോ, ഈ ഖബറാളികളെ വല്ലാതെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു, ശിക്ഷ ലഘൂകരിച്ചു. എന്നിട്ട് പറയുന്നു, സൗബാനെ, ഇവരെങ്ങാനും റജബിന്റെ ഒരു നോമ്പ് നോറ്റിരുന്നുവെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തിയേനെ. അപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, റജബിന്റെ ഒരു നോമ്പ് നോറ്റത് കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമാണോ? അതേ, സാധ്യമാണ് സൗബാനെ. റജബിന്റെ നോമ്പ് അത്രയും പവിത്രമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. ഒരാൾ റജബിന്റെ ഒരു നോമ്പ് നോക്കിയാൽ, മുത്തു റസൂൽ പറയുകയാണ്, പലരും ഇപ്പോൾ വരും, പലരും വീഡിയോകൾ, വാട്സപ്പുകൾ, ഫേസ്ബുക്കിലൊക്കെ വരും, അത് പാടില്ല, അത് ഉസ്താദന്മാർ പടച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് പല രീതിയിൽ വരും. ഒരിക്കലും ചെവി കൊടുത്തു പോകരുത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജബിന്റെ ഒരു നോമ്പ് ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച നാം നോക്കുകയാണെങ്കിൽ ഒന്നിന് പകരമായി 1000 വർഷം നോമ്പ് നോറ്റ പ്രതിഫലം നൽകപ്പെടുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. 1000 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിൽ ഓരോ രോമങ്ങളുണ്ടല്ലോ, ഓരോ രോമങ്ങൾ, ആ രോമങ്ങൾക്കനുസരിച്ച് നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടും. നന്മകൾക്ക് അള്ളാഹു നന്മകൾ പ്രതിഫലം അള്ളാഹു നൽകും, ദറജകൾ അള്ളാഹു ഉയർത്തപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നാം നോക്കുന്ന നോമ്പിനും അന്നത്തെ രാത്രി നാം ഹയാത്താക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്നത് പരിപൂർണമായ 1000 പ്രാവശ്യം ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത പ്രതിഫലം. സ്വർഗത്തിൽ അല്ലാഹു 1000 കൊട്ടാരങ്ങളെ നൽകും. അത്രമല്ല, 1000 വീടുകളും നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഓരോ റൂമുകളിലും 1000 റൂമുകൾ നൽകും, ഓരോ റൂമുകളിലും 1000 അരകൾ നൽകും, ഓരോ അരകളിലും 1000 ഹൂറിനീങ്ങളെ നൽകപ്പെടുമെന്ന് സൂര്യപ്രകാശത്തെക്കാൾ സുന്ദരികളായ ഹൂറിനീങ്ങളെ നൽകപ്പെടുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് നോമ്പ് നോക്കുന്ന സമയത്ത് എന്റെ സഹോദരിമാര്, നിങ്ങൾക്ക് റമദാൻ ഖളായ നോമ്പിന്റെ നീയത്ത് മുതൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആ നീയത്ത് മുതൽ ഉൾപ്പെടുത്താം. അതുപോലെ വ്യാഴാഴ്ചയുടെ സുന്നത്താകപ്പെട്ട നോമ്പിന്റെ നീയത്ത് മുതൽ ഉൾപ്പെടുത്താം. അതോടൊപ്പം മിഅ്റാജിന്റെ നോമ്പ് നോക്കിവിടാനും അതിൽ ഉൾപ്പെടുത്താം. അതോടൊപ്പം വ്യാഴാഴ്ചയുടെ നോമ്പ് അത് മിഅ്റാജിന്റെ നോമ്പെന്നോ അല്ലെങ്കിൽ റജബിന്റെ നോമ്പെന്നോ ഏത് തന്നെ നീയത്തായാലും ഒരു കുഴപ്പവുമില്ല. ഏത് നീയത്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നല്ല ശ്രേഷ്ഠത ഉള്ള ഈസാ നബി അലൈഹിസ്സലാം, അല്ലെ, പ്രകാശത്താൽ തിളങ്ങുന്ന ഒരു പർവ്വതത്തെ കണ്ടപ്പോൾ അതിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പർവ്വതം പൊട്ടി അതിന് പുറത്ത് ഒരാള് വന്ന്, എന്താണ് ഈസാ അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞാൻ ഇതിൽ വസിക്കാൻ തുടങ്ങി ഏകദേശം 600 വർഷമായി. ഞാൻ നിരന്തരം ദുആ ചെയ്യുമായിരുന്നു. ഒത്തു ഹബീബിന്റെ ഉമ്മത്താകാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്. ഒത്തു ഹബീബിനെ കുറിച്ച് ഒരുപാട് മുമ്പ് പ്രവാചകന്മാർ അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞതുകൊണ്ട് അവർക്ക് വല്ലാത്ത ആഗ്രഹം കൊണ്ട് ദുആ ചെയ്തതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ അരികിൽ ഈസാ നബി അലൈഹിസ്സലാം ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ അടുക്കൽ ഇത്രയും അക്രമായ ആളമായ വ്യക്തി മറ്റൊരാളുണ്ടോ അല്ലാഹ്? എന്തോരത്ഭുതമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, അതേ ഉണ്ട്. ഇയാളെക്കാൾ അത്ഭുതമായ, ഇയാളെക്കാൾ അക്രമായ, ഇയാളെക്കാൾ ആഴമായ വ്യക്തി എന്റെ അരികിലുണ്ട്. ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്, റജബ് എന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ, റസൂലിന്റെ ഉമ്മത്തിൽ ഒരാളാവുക, റജബിന്റെ നോമ്പ് നോക്കാൻ ഒരാൾക്ക് തൗഫീക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ
ഇയാളെക്കാൾ അയാൾ അക്രമും ആളമുമായ വ്യക്തിയാണെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റജബിന്റെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി പറയുന്നു, റജബിന്റെ ഒരു നോമ്പ് ഒരാൾ നോറ്റാൽ അവനക്ക് 1000 നോമ്പ് നോറ്റ പ്രതിഫലമാണ്. 2 നോറ്റാൽ 2000, 3 നോറ്റാൽ 3000 പ്രതിഫലം. അതേപോലെ റജബിന്റെ 7 നോമ്പ് ഒരാൾ നോറ്റാൽ സുബ്ഹാനല്ലാഹ് അവനിക്ക് നൽകുന്നത് സ്വർഗത്തിന്റെ 7 കവാടങ്ങളെ അടക്കപ്പെടുമെന്നാണ്. നരകപ്രവേശമില്ല. 8 നോമ്പ് നോക്കിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽപ്പെട്ട് ഏത് കവാടത്തിലൂടെ അവനിക്ക് പോകാനുള്ള അവസരം നൽകപ്പെടുമെന്നാണ്. ഹബീബ് തങ്ങൾ പറയുന്നു, ഒരാൾ 15 നോമ്പ് നോക്കാൻ എന്നതിന്റെ അവസരം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 15 നോമ്പ് നോക്കാൻ അള്ളാഹു ഒരു തൗഫീഖ് നൽകിയാൽ സുബ്ഹാനല്ലാഹ് അവൻ ചെയ്ത തിന്മകളുണ്ടല്ലോ, തെറ്റുകളുണ്ടല്ലോ, പാവങ്ങളുണ്ടല്ലോ, അതിനെല്ലാത്തിനും അള്ളാഹു നന്മകളാക്കും. അതിനെല്ലാത്തിനും അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അതിപ്രഗൽഭമായ അതിപവിത്രമായ ഈ രാത്രി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, അന്നത്തെ രാത്രിയുണ്ടല്ലോ, പരിശുദ്ധമായ നമസ്കാരമുണ്ടല്ലോ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റു അമലുകളെ പോലെയല്ല, നേരിട്ട് അല്ലാഹു നൽകിയ ഒരു ഗിഫ്റ്റാണ് 5 നേരത്തെ നിസ്കാരം എന്നുള്ളത്. ആ ഗിഫ്റ്റായി നൽകപ്പെട്ട നിസ്കാരം അന്നത്തെ രാത്രിയും ഖളാക്കുന്ന പലരും ഉണ്ട്. ഒരിക്കലും പാടില്ല. ഒരു നിസ്കാരം ഖളാക്കിയാൽ 1,88,00,000 വർഷം നരകത്തിലിട്ട് അല്ലാഹു ശിക്ഷിക്കും. ഒരു നിസ്കാരം ഖളാ ചെയ്താൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ വരെ എണ്ണിയാൽ ആ കൊല്ലം പൂർത്തിയാവുകയില്ല. ഒരു നിസ്കാരം ഖളാക്കിയതിന്റെ പേരിൽ അത്ര ശിക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ഓർത്തു നോക്ക്. അള്ളാഹു എല്ലാം പൊറുത്തു തരട്ടെ, അള്ളാഹു എല്ലാം മാഫാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ദിവസമുണ്ടല്ലോ പരിശുദ്ധമായ നിസ്കാരം, അന്നത്തെ രാത്രി കഴിവിന്റെ പരമാവധി ഇമാം ജമാഅത്തോടു കൂടി വളരെ 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 ബഹുമാനത്തോടു കൂടി അന്നത്തെ നിസ്കാരങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കഴിവിന്റെ പരമാവധി എല്ലാവരും ഇമാം ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കാൻ നോക്കണം. വീട്ടിൽ ഉമ്മമാരുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് നമസ്കരിക്കണം. അന്നത്തെ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് നമസ്കാരത്തിന്റെ വാർഷികമാണ്. ചില വാർഷിക വരുമ്പോൾ നാം ചില പ്രാധാന്യം നൽകുന്നില്ലേ? അതുപോലെ അന്ന് പ്രാധാന്യം നൽകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് നൽകിയ ഒരു ഗിഫ്റ്റാണ് 5 നേരത്തെ നിസ്കാരം. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉമ്മത്തിന് നൽകിയ പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് ഉണ്ട്. അന്നത്തെ ദിവസം ധാരാളമായി ഇത് ചൊല്ലണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇത് അങ്ങയുടെ ഉമ്മത്തേക്കുള്ള ഗിഫ്റ്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള അതിമഹത്തായ ഗിഫ്റ്റ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു തന്നതാണ്. ബഅദൽ ഖുർആൻ അഫ്ദലുൽ കലാം, നാം പറയുന്ന വാക്കുകൾ ഏറ്റവും അഫ്ദലായത് ബഅദൽ ഖുർആൻ, ഖുർആനിക്ക് ശേഷം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ഇതാണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നാം ഇത് ഒരിക്കൽ ചൊല്ലുമ്പോൾ അള്ളാഹു സ്വർഗത്തിൽ ഒരു കൃഷി മുളപ്പിക്കും. അങ്ങനെ ഒരുപാട് വിത്തുകൾ അവിടെ മുളച്ച് നാളെ പരലോകത്ത് പോകുമ്പോൾ വലിയ ഒരു കൃഷിയുടെ വലിയൊരു പറമ്പ് തന്നെ അള്ളാഹു നമുക്ക് കാണിക്കപ്പെടും. നിങ്ങൾ ചൊല്ലിയതിന്റെ ദിക്റിന് പകരമായി അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ധാരാളമായത് നാം ചൊല്ലണം. അന്നത്തെ രാത്രി ഉണ്ടല്ലോ, കിടന്നുറങ്ങുമ്പോൾ ഒതോട് കൂടി കിടന്നുറങ്ങണം. കാരണം ഒതോട് കിടന്നുറങ്ങുമ്പോൾ അള്ളാഹു അവനിക്ക് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഫലമാണ് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഒതുവോട് കൂടി ഉറങ്ങണം. അന്നത്തെ രാത്രി പ്രത്യേകിച്ച് ഒതുവോട് കൂടിയായിരിക്കണം. അന്ന് നമസ്കാരത്തിന്റെ വാർഷികമാണെന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്.
അതുകൊണ്ട് നമ്മുടെ മക്കളോട്, ഭാര്യയോട്, കുടുംബങ്ങളോട് അന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രാധാന്യമുള്ളത് കൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി, ആദരവോടു കൂടി കാണണം. അല്ല ബഹുമാനിച്ചത്, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് തഖ്വയുള്ള ഹൃദയത്തിൽ മാത്രം സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ ദുആ ചെയ്യാറുണ്ടല്ലോ. ധാരാളമായി ദുആ ചെയ്യണം. നമുക്കന്ന് ബർക്കത്ത് നേടണം. ഇത് ഷഹ്റുൽ ഇസ്തിഗ്ഫാറാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അതുകൊണ്ട് ധാരാളം അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുമ്മ, ധാരാളം ഇസ്തിഗ്ഫാർ പറയണം. ഒരാളെ ഹബീബിന്റെ അരികിൽ ഓടി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലക്തു ഹലക്തു നബിയേ, ഞാൻ നശിഞ്ഞു പോയി നബിയേ, ഞാൻ പാപിയാണ് നബിയേ, ഞാൻ ദോഷിയാണ് നബിയേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരിക്കലും പറയല്ലേ, ഒരിക്കലും അങ്ങനെ പറയല്ലേ. അല്ലാഹുമ്മ ഗ്ഫിറതുക ഔസു മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. ഇത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ഗ്ഫിറതുക ഔസു മിൻ ദുനൂബി, എന്റെ ദോഷത്തെക്കാൾ എത്രയും വിശാലമാണ് എന്റെ മഗ്ഫിറത്ത് റബ്ബേ. ഞാൻ ചെയ്ത ദോഷമുണ്ടല്ലോ, അതിന്റെ ഒരു മൂലക്ക് പോലും എത്തൂല റഹ്മാനെ. ഞാൻ ആഗ്രഹിക്കുന്നത് വാർജ, ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ റഹ്മത്താണ് റബ്ബേ. ഇന്ത്യ അമലി, എന്റെ അമലിനേക്കാൾ കൂടുതൽ എന്റെ അമല് കൊണ്ട് എനിക്ക് നാളെ രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്റെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, അമ്മായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ പറയുക. നരകം സ്പർശിക്കാത്തൊരു ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അത് 70 തവണ ചൊല്ലുക. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അപ്പോൾ നമുക്ക് ഈ നോമ്പ് കൊണ്ട് കിട്ടുന്നത് അല്ലാഹുവിന്റെ പ്രത്യേകമായ റിദ്വാൻ, പ്രത്യേകമായ സ്വർഗം. സ്വർഗത്തിലുമുണ്ട് ഒരു പുഴ, സ്വർഗത്തിലുമുണ്ട് ഒരു പുഴ. അത് പാലിനേക്കാൾ വെളുപ്പും തേനേക്കാൾ മധുരമുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ സ്വാമ യൗമൻ മിൻ റജബിൻ, റജബിൽ ഒരാൾ നോമ്പ് നോറ്റാൽ സഖാഹുല്ലാഹ് മിൻ ദാലിക അന്നഹർ, ആ പുഴയിലെ, റജബ് എന്നാണ് ആ പുഴയുടെ പേര്, അതിൽ നിന്ന് അല്ലാഹു കുടിപ്പിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിൽ ഒരു കവാടമുണ്ട്, ആ കവാടമുണ്ടല്ലോ റജബാണ്, അതിൽ പ്രവേശിക്കുന്നത് റജബിന്റെ നോമ്പ് നോറ്റവരാണ്. അന്ത്യനാളിൽ അല്ലാഹു വിളിക്കും, യാ സുബ്ബാമി, യാ സുബ്ബാമി മിൻ റജബ്, റജബിൽ നോമ്പ് നോറ്റവരെ, ഉദ്ഖുലുൽ ജന്നah ഫീ ജിവാഇല്ലാഹ്, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അള്ളാഹു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് നമുക്ക് ഓടണ്ടേ, സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണ്ടേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് മാഷാ അല്ലാഹ് ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് അന്നത്തെ ദിവസം, അന്നത്തെ രാത്രി, പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തികമായ പ്രയാസം വരുന്നവർ ഇന്ന് തന്നെ തുടങ്ങിക്കോ, ഇന്ന് തന്നെ തുടങ്ങിക്കോ, ഈ നിമിഷം തന്നെ തുടങ്ങിക്കോ. നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു, വല്ലാത്ത ദാരിദ്ര്യമാണ്, വല്ലാത്ത സങ്കടമാണ്, പ്രയാസമാണ്. റസൂൽ പറഞ്ഞത്, നിന്റെ വീട്ടിൽ നീ പ്രവേശിക്കുന്ന സമയത്ത് സലാം പറയണം. വീട്ടിൽ ആളുകൾ ഇരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ, സലാം പറയണം. എന്നിട്ടിന്റെ പേരിൽ സലാത്തും സലാമും പറയണം. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് നീ ഓതണം. അത് നിന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്താണെന്ന്, അങ്ങനെ ചെയ്തവർക്ക് വലിയ സാമ്പത്തിക ബർക്കത്തുണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങണം, റജബിന് മുമ്പായി തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് റജബ് 27 ആകുമ്പോൾ നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
34 പ്രാവശ്യം ഇസ്രാ മിഅ്റാജ് നടത്തിയിട്ടുണ്ട്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെ പോയതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസ് നേരെ ആകാശത്തിലേക്ക് പോയത്, 7 ആകാശങ്ങൾ കഴിഞ്ഞു അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി പോയ ആ ഒരു പോക്കിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. 34 പ്രാവശ്യത്തിനും ഫിൽമനാം, ആ 34 പ്രാവശ്യം അത് സ്വപ്നത്തിനാണെങ്കിൽ അതിൽ 1 ശരീരം കൊണ്ടാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കുന്ന നിർബന്ധമാണ്. ഈ ചരിത്രത്തെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ ആ സമയം, ആ സെക്കൻഡിൽ കാഫിറാകും. അള്ളാഹു കാക്കട്ടെ. കാരണം വിശുദ്ധ ഖുർആൻ നസ്സായ ഒരു വിഷയമാണ്. അള്ളാഹുവിന് തൗഫീക്ക് നൽകണേ അല്ലാ. പ്രയാസങ്ങളെ കൊണ്ട്, പ്രശ്നങ്ങളെ കൊണ്ട്, അള്ളാഹുവെ ദുഃഖങ്ങളെ കൊണ്ട് കഴിയുന്ന എത്രയെത്ര ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാരുണ്ടല്ലാ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. മാരാവ്യാധി രോഗങ്ങളെ കൊണ്ട്, ക്യാൻസറുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ പരിപൂർണമായ ശിഫയും ആരോഗ്യം നൽകണേ അല്ലാ. ഒരാളെയും രോഗം നൽകി നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അള്ളാഹു വേദനം കൊണ്ട് കഴിയാൻ, വേദനം സഹിക്കാൻ കഴിയാതെ എത്രയെത്ര ആളുകളാണ് റബ്ബേ ആശുപത്രിയിൽ കഴിയുന്നവർ. അല്ലാ ശിഫ നൽകണേ അല്ലാ. സാമ്പത്തികമായ പ്രയാസമുള്ളവരുണ്ട് റഹ്മാനെ. അള്ളാഹു അവർക്ക് പെട്ടെന്നൊരു പരിഹാരം കാണണേ അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അള്ളാഹുടെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു പല കാര്യങ്ങളെ കൊണ്ട് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. എല്ലാവരുടെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തഖീങ്ങൾ പെടുത്തണേ അല്ലാ. സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാ. ഉഖ്റവീങ്ങൾ പെടുത്തണേ അല്ലാ. മരണം വരെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഒരു പ്രയാസവും ദുഃഖവും നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉറക്കെ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീകൾ നമ്മയോരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അപകടത്തിൽ പെടുത്തല്ലേ റബ്ബേ. തൗബാക്ക് പോലും അവസരമില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളാരെയും നീ പെടുത്തല്ലേ അല്ലാ. നമ്മുടെ കുടുംബങ്ങളെ നീ കണ്ണീരിലാക്കല്ലേ റഹ്മാനെ. നമ്മുടെ പിഞ്ചുമക്കൾക്ക് നീ നാഫിയാ ഇൽമ നൽകണേ അല്ലാ. അവരെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരെ നീ പ്രയാസത്തിലാക്കല്ലേ റഹ്മാനെ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الأعمال الخيرات لوجهك الكريم. اللهم بارك لنا في أولادنا ولا تضرهم ووفقهم لطاعتك وارزقنا برهم يا رب العالمين. ربنا تقبل منا.